ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ കബളിപ്പിക്കപ്പെടുന്നതും ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതും ലോകപരിചയമോ അറിവോ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നന്മയുടെ വേഷം കെട്ടി വരുന്ന കപടവക്താക്കളെ തിരിച്ചറിയുവാനുള്ള വിവേകം നമുക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, എന്തെന്നാൽ ഉള്ളിലവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. നമുക്ക് ചുറ്റുമുള്ളവരും നമ്മെ പ്രശംസിക്കുന്നവരുമെല്ലാം നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്നവരല്ല എന്ന സത്യം യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 26-25 നാം വായിക്കുന്നത്, ഒരുവൻ മധുരമായി സംസാരിച്ചാലും അവനെ വിശ്വസിക്കരുത്, കാരണം അവൻ്റെ ഹൃദയത്തിൽ മ്ലേച്ഛതയുണ്ട്. എന്തുകൊണ്ട് നാം ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ആ വ്യക്തി നല്ലവനാണെന്നൊരു തീരുമാനത്തിൽ നാം എത്തുകയും ആ വ്യക്തിയെ മനസ്സിലാക്കുവാനുള്ള ക്ഷമ നമുക്ക് ഇല്ലാതെ പോകുന്നതും കൊണ്ടാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 19:2 നാം വായിക്കുന്നു, തിടുക്കം കൂട്ടുന്നവന് വഴിതെറ്റുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 21-5 നാം വായിക്കുന്നത്, ആലോചിക്കുന്നവന് സമൃദ്ധി ഉണ്ടാകുന്നു, തിടുക്കം കൂട്ടുന്നവൻ ദാരിദ്ര്യത്തിൽ അകപ്പെടുന്നു. രണ്ടാമതായി, ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത് വിവേകമുണ്ടാകുമ്പോൾ മാത്രമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-21 സോളമൻ ദൈവത്തിന്റെ ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും നൽകി എന്ന് നാം വായിക്കുന്നു. അതുപോലെ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒന്നാണ് വിവേകം എന്നൊരു ബോധ്യത്തോടുകൂടി ആ വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കാരണം ഒരു വ്യക്തി തന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നത് ഭവനത്തിലും പ്രിയപ്പെട്ടവരടുത്തും മാത്രമാണ്. ബാക്കി എല്ലായിടങ്ങളിലും ഒരു കാപട്യത്തിന്റെ മുഖം കാത്തു സൂക്ഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കാത്തു സൂക്ഷിക്കാറുണ്ട്. ഈ ഒരു ബോധ്യത്തോടുകൂടി വിവേകത്തോടുകൂടി ആ വ്യക്തിയെ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. 2 കൊരിന്തോസ് 11:14 പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആൻഡ് നോ വണ്ടർ ഈവൻ സൈറ്റൻ ഡിസ്ഗൈസ് ഹിംസെൽഫ് ആസ് ദി ഏഞ്ചൽ ഓഫ് ലൈറ്റ്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവത്തെ പോലെ വേഷം കെട്ടാറുണ്ടല്ലോ. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മുമ്പിൽ സംസാരിക്കുന്നവരെല്ലാവരും യഥാർത്ഥമായി സംസാരിക്കുന്നവരല്ല എന്ന ബോധ്യത്തോടുകൂടി അവരെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ ദൈവത്തിൽ നിന്നുള്ള വിവേകവും ദൈവത്തിന്റെ ജ്ഞാനവും നമുക്ക് ആവശ്യമാണ് എന്ന ബോധ്യത്തോടുകൂടി ആ വിവേകത്തിനും ജ്ഞാനത്തിനും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3:5 നാം വായിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുവിൻ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. ഈ ഒരു ബോധ്യത്തോടുകൂടി വിവേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വിവേകത്തിലൂടെ മറ്റു വ്യക്തികളെ തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നത് നമുക്ക് മറ്റു വ്യക്തികളെ തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്തതാണ് എന്ന ബോധ്യത്തോടുകൂടി വിവേകത്തോടുകൂടി ജീവിക്കുവാൻ ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.